സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിന്റെ രണ്ടാമത്തെ ആയത്തും ഇതുതന്നെയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജീവിതത്തിൽ ഒരു മനുഷ്യൻ മുറുകെ പിടിക്കേണ്ട ഏറ്റവും ബഹുമാനമുള്ള അമലുകളുടെ കൂട്ടത്തിൽ ഒരു അമലായി, കലിമത്തായി മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്. മഹാനായ സമർഖന്ദി റളിയല്ലാഹു അൻഹു പറയാണ്, ഒന്നാമതായി അവന്റെ ജീവിതത്തിൽ അവൻ ബിസ്മി ചൊല്ലിയിട്ട് തുടങ്ങണം. രണ്ടാമത്തത് അവൻ ഹംദ് കൊണ്ട് അവസാനിപ്പിക്കണം. മൂന്നാമത്തത് മഹാനവർകൾ പറയാണ്, ഇത് ജറാ അലാ ലിസാനി മാ ലാ യഅനി, അവൻ ഇഷ്ടപ്പെടാത്തതും താല്പര്യപ്പെടാത്തതും അവൻ അറിയാതെയോ അവന്റെ വെറുപ്പിന്റെ കാഠിന്യം കൊണ്ടോ, അവന്റെ ദേഷ്യത്തിന്റെ കാഠിന്യം കൊണ്ടോ, അവന്റെ സ്വഭാവത്തിന്റെ ദൂഷ്യം കൊണ്ടോ, സാഹചര്യങ്ങളുടെ കാരണം കൊണ്ടോ എന്തെങ്കിലും അവൻ ഇഷ്ടപ്പെടാത്തത് അവന്റെ നാവ് കൊണ്ട് അല്ലാഹു പൊരുത്തപ്പെടാത്തത് പറഞ്ഞു പോയാൽ, അല്ലാഹു പൊരുത്തപ്പെടാത്തത് സംസാരിച്ചു പോയാൽ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അവൻ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതിന് മടിയില്ലാത്തവനാകട്ടെ. നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് അവസാനിപ്പിക്കട്ടെ. മൂന്നാമതായി മഹാനവറുകളെ പറയാണ്, ഇതാ നിന്റെ ശരി നാവിലൂടെ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത സംസാരങ്ങൾ ഉണ്ടായാൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, നീ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചോ. നീ നാളെ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ വേണ്ടി നീ പഠിച്ചു വെച്ചോ. അഞ്ചാമത്തത് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലേക്ക് നീ കണ്ടുകെട്ടു പോയാൽ, നീ ഇഷ്ടപ്പെടാത്ത ഭയപ്പെടുന്ന കാര്യങ്ങളെ കണ്ടുപോയാൽ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഈ ദിക്റിനെ നീ പതിവാക്കിക്കോ. ആറാമത്തത് മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, ഇദാ സാബത്തു മുസീബത്തുൻ ഖാലു, എന്തെങ്കിലും മുസീബത്ത് വരികയാണെങ്കിൽ അവര് പറയട്ടെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഈ ദിക്റിനെ അവര് പതിവാക്കട്ടെ. ഏഴാമത്തതായി മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, ലാ യസാലു യജ്രി അലാ ലിസാനി ഫിൽ ലൈലി വന്നഹാർ. ചെറുപ്പക്കാരെ നേറ്റ് നിന്നോ, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ അടുത്തേക്ക് വന്നോ, നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. അബുൽ ലൈസ് സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ പറയാണ്, മോനെ ഏത് പകലിലും ഏത് രാത്രിയിലും ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, ആ റബ്ബിന്റെ മേൽ തഹ്ലീൽ ചൊല്ലുന്ന സ്വഭാവം ഉണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പതിവാക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, ജീവിതത്തിൽ പതിവാക്കിക്കോ. ഈ 7 സ്വഭാവം ഒരാളെ ജീവിതത്തിലുണ്ടോ, അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ അത് മതിയായി പോയി. അതിലവസാനത്തത് ഏഴാമത്തത് മഹാനവറുകൾ പറഞ്ഞത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് ധാരാളം ചൊല്ലിക്കോ. എന്റെ വയലുകൾ കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികളെ, എത്ര സമയം നമ്മൾ ആവശ്യമില്ലാതെ ചെലവഴിക്കുന്നു, എന്തൊക്കെ സമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നു, ഏതൊക്കെ സമയങ്ങൾ നമ്മൾ വെറുതെ പഴാക്കി കളയുന്നു. ജീവിതത്തിലൊന്ന് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുമോ? അവസരം കിട്ടുമ്പോൾ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൽ മനസ്സിന് സമാധാനമാണ് കേട്ടോ, ഹൃദയങ്ങൾക്ക് ശാന്തിയാണ് കേട്ടോ, ജീവിതത്തിൽ വല്ലാത്ത പദാനുഭൂതി ഉണ്ടാകാൻ ഈ ദിക്ർ കാരണമാണ് കേട്ടോ. ഒന്ന് പതിവാക്കി നോക്കൂ. വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ, ആവശ്യമില്ലാതെ ചെലവഴിക്കുന്ന സമയങ്ങൾ, കുറെ തസ്ബീഹും പിടിച്ചിട്ട് ചൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ പോലും വെറുതെ ഇരിക്കുന്ന സമയത്തൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് നാവ് കൊണ്ടൊന്ന് പറയാൻ, ഹൃദയം കൊണ്ടൊന്ന് സ്വാധീനം ചെലുത്താൻ, ഹൃദയത്തെ ഒന്ന് നിങ്ങൾ മാറ്റിയെടുത്തു നോക്കൂ. അതിലുണ്ടാകുന്ന അനുഭൂതി ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ 7 സ്വഭാവം ഒരാൾ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ ഫഹുവ ശരീഫുൻ ഇൻദല്ലാഹ്,
അള്ളാന്റെ അടുക്കൽ വലിയ ബഹുമാനമുള്ളവനാണ്. വൽ മലായിക, മലക്കുകളുടെ അടുക്കൽ വലിയ ബഹുമാനമുള്ളവനാണ്. ഒരാവന്റെ ദോഷങ്ങൾ പൊറുക്കാനത് കാരണമാണ്. ഒരാവന്റെ ജീവിതത്തിൽ ഈമാനിന്റെ മാധുര്യം കിട്ടാനത് കാരണമാണ്. അവന്റെ മരണവും ജീവിതവും അവന് ഖൈറാകാൻ